ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ അതാ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ പെരുന്നാൾ വ്ളോഗിൻ്റെ തുടർഭാഗമാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ പെരുന്നാൾ ചോറ് നിലയൊക്കെ കഴിഞ്ഞ് വിരുന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് വലിയൊരു അപകടത്തിന് തലനാരഴക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ള വിശേഷങ്ങളും അതുപോലെ ഇന്ന് പെരുന്നാളായിട്ട് ഉമ്മാടെ വീട്ടിലും ഇപ്പാടെ വീട്ടിലും ഒക്കെ വിരുന്ന് പോയ വിശേഷങ്ങളും അതിലുപരി നമുക്ക് ഒരുപാട് സന്തോഷമുള്ള വേറൊരു വിശേഷവും എല്ലാം കൂടി ഷെയർ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ എന്നൊക്കെ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് വരിക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. അതിപ്പോ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു തുള്ളു മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ കണ്ണ് കടന്നിറക്കൂല ചില്ലി. ഇഞ്ചിക്ക് വെച്ചാല് കണ്ണി കൊണ്ടത് പിരികത്ത് കൊണ്ടുവന്ന് പോലെ രക്ഷപ്പെട്ടിക്കാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ചില്ലും ഇതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഇതാക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പെരുന്നാൾ വിരുന്നിന് ഇറങ്ങണ നേരത്ത് വലിയൊരു അപകടം ഉണ്ടായിരുന്നിട്ട്. അപകടം ഉണ്ടായത് അതൊക്കെ കണ്ടില്ല. അതിൻ്റെ വലിയ എക്സാമ്പിളാണ് നമ്മളെ കാറിൻ്റെ മുകളിലെ ചില്ലൊക്കെ കണ്ടില്ലേ, ചില്ലൊക്കെ തെറിച്ച് പോയിട്ട് മക്കളെ. ഞാനും കണ്ട് കാറിൽ കയറി ഇരിക്കലും മക്കളെല്ലാവരും കൂടി ഓടി വരലും പിന്നെ ഇട്ടോന്ന് പറഞ്ഞിട്ട് വലിയൊരു ശബ്ദം ഇട്ടാ. പഴമക്കാർ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, തെങ്ങ് ചതിക്കൂല എന്നൊക്കെ. പക്ഷേ എങ്കിൽ തെങ്ങ് ചതിക്കൂലേക്കാരം, പക്ഷെ തേങ്ങയുടെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല കേട്ടാ. ഇന്നിപ്പോൾ ഇതാ ഞാൻ തലനാര എടുക്കാൻ രക്ഷപ്പെട്ടത്. ഞാനിങ്ങോട്ട് വണ്ടിയിലേക്ക് കയറലും തേങ്ങ വിടലും ഒപ്പാണ്. എൻ്റെ തല വണ്ടിൻ്റെ ഉള്ളിൽ കണ്ട് എടുത്തതുകൊണ്ട് അതാണ് തല തേങ്ങ പോയിട്ട് നേരെ കാറുമ്മക്ക് വീണ്. എൻ്റെ കാറിൻ്റെ മുകൾ ഭാഗം ആകെ ഞെളുങ്ങിപ്പോയി. ഉള്ളിലുള്ള ലൈറ്റൊക്കെ തെറിച്ചിന് മുഖത്തേക്ക് വന്നു. പക്ഷേങ്കിൽ അൽഹംദുലില്ലാ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞമായിട്ട്. അതിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും തലയിലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു? കാറാണ് ഇമ്മാതിരി ഞെളുങ്ങാൻ നൽകിയത്. അപ്പോൾ പിന്നെ തലയുടെ അവസ്ഥ എന്തായിരിക്കും? അൽഹംദുലില്ലാ എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ പെരുന്നാളായിട്ട് ആദ്യം വന്നിരിക്കുന്നത് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇതാണ് എൻ്റെ വെല്ലിപ്പ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരിഭവത്തിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ വെല്ലിമ്മ. അന് ഗസ്റ്റ് ആണ് കേട്ടാ. സാക്കു ഉമ്മാക്ക് വെള്ളം വളർന്നിട്ട് എടുക്കാൻ വേണം. അടുത്ത സ്ഥാനം എന്റെ മയം കൂട്ടാനേ ഇത് പറയാൻ കൂട്ടാതെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ വെല്ലിപ്പാനും വെല്ലിമാനും ഇളാമാനെയും കെട്ടിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തായിട്ട് അമ്മായി വന്നത്. ഇതാണ് ഞങ്ങളുടെ അമ്മായി. ഞങ്ങൾക്ക് ആകെ ഒരു അമ്മായി ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇതാ വരുന്നു ആയിഷ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിനെ വീഡിയോയിൽ ഒന്ന് വെൽക്കം ചെയ്താൽ. അപ്പോൾ അമ്മായി അഞ്ച് പൊയ്ക്ക കുരിപ്പ് അവിടെ നിന്ന് ഖത്തറിൽ പോയി വന്നതിൻ്റെ ശേഷം എനിക്കൊന്ന് വിളിച്ചിട്ടുണ്ടോ അങ്ങനെ അമ്മായിൻ്റെയൊക്കെ ഒന്നും കിട്ടി വന്ന്. അപ്പോൾ എന്തായാലും അതൊക്കെ പാടിയിട്ട് ഞാൻ നേരെ പോയി ഉമ്മാൻ്റെ വീട്ടിൽ കിട്ടാം. അപ്പോൾ ഉപ്പാൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളും വീട്ടിലത്തെ ആൾക്കാരൊക്കെയാണിത്. ഇനി നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇതിന് രാത്രി ആയിരുന്നു. അപ്പോൾ വെല്ലിമാനെയും പിന്നെ അവിടെ അന്ന് കൂടിയവരൊക്കെ പാടി ഒന്ന് ജസ്റ്റ് കണ്ടു. രാത്രി ആയതുകൊണ്ട് ഞാൻ അവിടെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇതാ പോണ സ്ഥലം നിങ്ങൾ കണ്ടോളി. ആശുമണിയെ നമ്മളെങ്ങോട്ട് പോണേ? കളിക്കാനോ? സെറീനയൊക്കെ നീന്താൻ പോവാണെന്നാ. എന്തിന്റെ പാർട്ടിയാണ് അച്ഛോ? എന്തിന്റെ പാർട്ടിയാ? ഇതിന് പറഞ്ഞേക്കുള്ള പാർട്ടി എല്ലടാ എന്റെ പ്രകാരം എന്റെ പാർട്ടിയാണ് അച്ഛോ. ഫുഡ് കഴിക്കുള്ള പാർട്ടി. പാർട്ടിയാണ്. ഹലോ ഗൈസ്, നമ്മള് സന്തോഷപൂർവ്വം ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുഞ്ഞയ്മ പറഞ്ഞ പോലെ ഹായ് ഗൈസ്, ഞങ്ങൾ അണ്ടർക്കേടെ പാർട്ടി നടത്താൻ പോവുകയാണ്. അപ്പോൾ അനുമോള് വന്നതിന് ശേഷം വേണം എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കാനെന്ന് വിചാരിച്ചിട്ടുള്ള മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. വെളാഞ്ചേരി നെഹദിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന് പെരുന്നാളായിട്ട് ആരും രാത്രിക്കൊക്കെയുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. കാരണം ഇവിടെ റെസ്റ്റോറൻറ്റ് ഫുള്ളായിക്കണം. ഞങ്ങൾ കുറേ ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ മജ്ലിസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളെ മക്കളെ കൊണ്ട് ടേബിളും ഇരുന്ന് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ എണീറ്റ് പോകേണ്ടി വരും. അമ്മ അതിൽ ഒച്ചും ബഹളേക്കാരം. അപ്പോൾ അത് മജ്ലിസിലാവുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ്ട് കയറി കഴിഞ്ഞാൽ അത് നമ്മളൊരു റൂമായി പോയി മാറിയല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്കുള്ള മജ്ലിസ് റെഡിയായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം വന്നു. പിന്നെ എപ്പോഴോ ഫുഡും വന്നു. അല്ല അടിയോളൂ
അടിച്ചു കയറി വാന്ന് സാക്കു അടിച്ചു കയറി വാന്ന്. കുറെ നേരം കാത്തിരുന്ന് കിട്ടിയോണ്ടോന്ന് അറിയില്ല. ഫുഡ് വന്നപ്പോ പിന്നെ ഒരു ലഹളായിരുന്നു കേട്ടോ. അവിടെ 2 തരം മന്തിയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അണിഷിക്കനും അതുപോലെ പെരി പെരിയും. അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു. പിന്നെ നെഹദിയിലെ ഫുഡിനെ കുറിച്ചിട്ട് പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന ടൈമിലാണ് എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിട്ട് ശരിക്കും ഷോക്കായി പോയി. വെച്ചാൽ ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ബില്ല് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ആസിഫ് ഇങ്ങനെ ഒരു സർപ്രൈസും കൂടി കൊണ്ടുവന്നിട്ടത്. ഞാൻ തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തണം, സെറ്റാക്കി നടത്തണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേങ്കിൽ ഇതുപോലെ ഇവന് ആസിഫിന്റെ വക സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊണ്ടുവന്ന് തരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 100K ആയപ്പോൾ കേക്ക് കട്ടിങ് ഇല്ലേന്നൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പ്ലേ ബട്ടൺ നമ്മളെ കയ്യിൽ കിട്ടുന്ന ആ ടൈമിൽ നല്ല ഉഷാറായിട്ട് നടത്താമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇത് അതിൽക്കും സന്തോഷം ഉണ്ടായിട്ടോ ഇങ്ങനെ ആയപ്പോൾ. കാരണം എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒട്ടും പ്രതീക്ഷിക്കാതെ അത് ഓൻ്റെ വക ഇങ്ങനെ ഒരു കേക്കും കൂടി വന്നേക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി. ഇത് ഈ ഒരു ഇവരൊക്കെ എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ നമ്മളുടെ ചാനലിൻ്റെ വലിയ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കൂടാതെ നിങ്ങളെ നമ്മളെ ഫാമിലി യൂട്യൂബ് ഫാമിലിയിലെ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട് കണ്ടതും കാണാത്തതായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരായ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും കൂടിയിട്ടാണ് നമുക്ക് 100K ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ കൂടെ നിന്നിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി പിന്നെ എൻ്റെ കിച്ചൂസ് എല്ലാവരും പറയുമല്ലോ, എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ ഒരു എന്താ പറയുക സ്വന്തമായിട്ട് നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹസ്ബൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കിച്ചുവിനെ തന്നെയാണ്. ആ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് നല്ല ഒന്നും ആവാനായിട്ട് പറ്റില്ലായിരുന്നു. അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ഈ ഒരു കാര്യം കൂടി സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനലിൻ്റെ മുകളിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്താണെന്ന് അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു ചാനൽ 100K എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള എൻ്റെ എല്ലാ ഫാമിലിയിലെ എല്ലാ ആൾക്കാർക്കും അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളോടും അതിനേക്കാൾ എത്രത്തോളം ഉപരി എൻ്റെ കിച്ചുവിനോടും. കാരണം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സപ്പോർട്ട് വെച്ചാൽ നമുക്ക് പുറമെ എവിടെ നിന്നും കിട്ടാത്ത ഒരു സപ്പോർട്ട് തന്നെയാണ്. ആ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്ത്രീകൾക്കും നമുക്ക് ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് നിൽക്കാൻ പറ്റുന്നത് നമ്മളെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ടാകുമ്പോൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം എന്താ പറയുക ആ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് നേടാൻ കൂടി പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ള എൻ്റെ ഈ ഒരു സ്വപ്നം കൂടി സാധിച്ച ഒരു ദിവസം കൂടിയാണെന്ന് ഈ ഒരു പെരുന്നാൾ ദിവസം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി കാത്തിരിപ്പ് ആ പ്ലേ ബട്ടൺ നമ്മളുടെ കയ്യിൽ കിട്ടാനും അതൊന്ന് നേരിൽ കാണാനും അത് നേരിലൊന്ന് തൊടാനും ഒക്കെ പാടുള്ള അടുത്ത കാത്തിരിപ്പാണ്. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ഈ രീതിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ മറ്റൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമ. Mari,